നെൽകർഷകർക്ക് പ്രതിസന്ധിയായി കാർമേഘം മൂടികെട്ടിയ അന്തരീക്ഷം. കൊയ്ത്തിന് പിന്നാലെ വെയിലില്ലാത്തത് കാരണം നെല്ല് ഉണക്കാനാകാത്ത സാഹചര്യമാണ്. ഇടയ്ക്കിടെ എത്തുന്ന മഴയും നെഞ്ചിടിപ്പ് കൂട്ടുകയാണ്. സംസ്ഥാനത്തെ കാർമേഘം മൂടിക്കെട്ടിയ അന്തരീക്ഷം നെൽകർഷകരെ പ്രതിസന്ധിയിലാക്കുകയാണ്. കൊയ്ത്ത് തുടങ്ങിയതിനു പിന്നാലെ വെയിലില്ലാത്തതിനാൽ നെല്ല് ഉണക്കാനും കർഷകർക്ക് സാധിക്കുന്നില്ല. അതിനിടെ ഇടയ്ക്കിടെ എത്തുന്ന മഴ കൊയ്തിട്ട നെല്ല് നശിക്കാനും കാരണമാകുന്നുണ്ട്. ഇത്തവണ കൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥയായിരുന്നു. പിന്നാലെ മികച്ച വിളവെടുപ്പും ലഭിച്ചെങ്കിലും അവസാന നിമിഷത്തിലെ കാലാവസ്ഥാ മാറ്റം പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. വയനാട് ജില്ലയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നെൽകൃഷി ചെയ്യുന്നത് പനമരം പഞ്ചായത്തിലാണ്. കബനി പുഴയോരം, പനമരം ചെറുപുഴയോരങ്ങളിലായി ആയിരക്കണക്കിന് ഏക്കറിലാണ് നെൽകൃഷി ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം നെൽകൃഷി അവതാളത്തിലായിരുന്നു. നിലവിൽ അപ്രതീക്ഷിതമായി തണുപ്പെത്തിയതോടെയാണ് കാലാവസ്ഥയിൽ മാറ്റം വന്നത്. 10 ദിവസമായി മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് വയനാട്ടിൽ. ഇതോടെ പലയിടത്തും നെൽക്കൊയ്ത്ത് നിർത്തിവെക്കേണ്ട സാഹചര്യമാണ്. പാടത്ത് കിടക്കുന്ന നെല്ല് നശിച്ചു പോകുമോ എന്ന ആശങ്കയ്ക്കൊപ്പം കുട്ടനാട്ടിൽ നിന്ന് എത്തിച്ച കൊയ്ത്തെഞ്ചിനടക്കം പണിയില്ലാതെ പാടത്ത് കിടക്കുന്നതും വലിയ നഷ്ടമുണ്ടാക്കും. അതേസമയം സംസ്ഥാനത്ത് ഇന്നും മഴ മുന്നറിയിപ്പുകളൊന്നും പുറപ്പെടുവിച്ചിട്ടില്ല. അടുത്ത 2 ദിവസത്തിനുള്ളിൽ തുലാവർഷം പൂർണ്ണമായും പിന്മാറാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇതോടെ വരും ദിവസങ്ങളിൽ ചൂട് കൂടാനുള്ള സാധ്യതയുമുണ്ട്. അതേസമയം കേരളത്തിൽ പകൽ സമയത്തെ ചൂട് അതികഠിനമാകുകയാണ്. എല്ലാ വർഷത്തെയും പോലെ ഇത്തവണയും ചൂട് നേരത്തെയാണ് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴ ലഭിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.